എറണാകുളം മലയിടം തുരുത്തിലേക്ക് പോയാൽ അവിടെ സമവായ ശ്രമങ്ങൾ തുടരുകയാണ്. താമസക്കാരുമായും ഭൂവുടമകളുമായും മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. കുടിയൊഴിപ്പിക്കലിന് സമയം നൽകിയിരിക്കുന്നത് ഈ മാസം 16 വരെയാണ്. അതായത് ഇന്നലെ കോടതിയാണ് അത്തരത്തിലൊരു നിലപാടെടുത്ത് ഇനിയൊരു അവസരം നൽകില്ല എന്നുകൂടി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ചർച്ചകൾ സ്വാഭാവികമായും വേണം. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകുക. അശ്വതി, മലയിടം തുരുത്തിനെ സംബന്ധിച്ച് തർക്കങ്ങൾ കൂടുകയാണ്. കാരണം ഭൂവുടമകൾ ഒരിക്കലും അവിടെ നിന്ന് വിട്ടുപോകില്ല, സർക്കാരിന്റെ ഉറപ്പിനപ്പുറത്തേക്ക് അവർ വിട്ടുപോകില്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാടെടുക്കുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ, ചർച്ച എങ്ങനെയായിരിക്കും? ഇതിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു. അതായത് 9-ാം തീയതിക്കകം തന്നെ ഈ ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണം എന്നതായിരുന്നു മുനിസിപ്പൽ കോടതി വ്യക്തമാക്കിയിരുന്നത്. അതിനെ തുടർന്നാണ് വീണ്ടും ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്നത്. സാവകാശം തേടിക്കൊണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. അതിന് വിരുദ്ധമായാണ് മുനിസിപ്പൽ കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു സമവായ ചർച്ചകളിലേക്കാണ് റോജി എം ജോൺ ഒക്കെ കടക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കളക്ടറേറ്റിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അതിൽ അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് തന്നെയായിരുന്നു ഈ ദളിത് കുടുംബങ്ങൾ, 8 കുടുംബങ്ങളും പറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു സമവായ ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാം എന്നതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതേ സ്ഥലം തന്നെ വേണം എന്നതാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. എന്തായാലും ഇത് വലിയ തർക്കത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് 35 സെന്റ് സ്ഥലം ഇതേ സ്ഥലത്ത് തന്നെ, അതായത് മലയിടം തുരുത്ത് പ്രദേശത്ത് തന്നെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാം എന്നതാണ്. പക്ഷേ ഈ കുടുംബങ്ങളുടെ ആവശ്യം റീസർവേ നടത്തണമെന്നാണ്. തങ്ങളുടെ സ്ഥലം അവിടെ തന്നെയുണ്ട്, അത് റീസർവേ കൃത്യമായി നടത്തിയാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ റീസർവേ നടത്തി തങ്ങളുടെ സ്ഥലം തിരികെ വേണമെന്നതാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാവുകയാണെങ്കിൽ, സർക്കാരിനൊപ്പം ഒരു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഉപാധിക്കൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ 16-ാം തീയതി വീണ്ടും ഒരു വലിയ ബഹളം, ഒരു പ്രശ്നം, സംഘർഷം ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അഖില, ശരി. അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംഘർഷം ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.